ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയോട് നോക്കാൻ പോകുന്നത് മഹാരാജ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റായി പോയി കാണുക. നമ്മുടെ വീഡിയോയിൽ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അതിന് മുമ്പോടിയായിട്ട് നിങ്ങളുടെ ചാനൽ നമ്മുടെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. എന്താണ് ഇത്? സ്റ്റേഷനിലെ രാഷ്ട്രീയപാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. പറയൂ മഹാരാജാവേ, അങ്ങയുടെ രാജകീയ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? മഹാരാജ, എനിക്ക് കേൾക്കാനുള്ള ഒരു ആവശ്യമുണ്ട്. പലതൊരു ഭാഗത്ത് പാരുന്നതല്ല വീട്. ഇന്നലെ രാത്രി 10 മണിയായപ്പോ ഞാൻ കടയടച്ച് വീട്ടിലേക്ക് ചെന്നു. എന്നൊരു വാതിലുള്ള അകത്തേക്ക് പോയി. ഒരു വീടുണ്ടോ? എന്നെ തുറന്ന് ബാഗ് എടുത്ത് താഴെ വെച്ചു. ഒരു ഡ്രസ്സുമാരായിട്ട് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറി. എന്നിട്ട് പിന്നീന്ന് പെട്ടെന്ന് ടപ്പേന്ന് ശബ്ദം കേട്ടു. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കി. 2 പേര് മുമ്പ് വെച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ 3-ാമത്തെ ആൾ വിളിച്ചിരിക്കുന്നെന്ന് തോന്നി. അവൻ അവിടെ നീ വീട്ടിനകത്ത് കയറുന്ന മുമ്പ് ആ 3 പേര് അതിനകത്തോടെ സാർ. പറഞ്ഞ അതേ കഥ തന്നെയാ സാറിനോട് പറഞ്ഞിട്ടിരിക്കുന്നത്. ഒന്നുമില്ല സാറേ, ഇയാളുടെ വീട്ടിലെ കുപ്പത്തൊടി. അതെ സാറേ, 300 രൂപയുടെ കുപ്പത്തൊടിയാ സാറേ. അത് മോഷിക്കാനായിട്ട് 3 മുഖംമൂടി കൊള്ളക്കാരി ഇയാളുടെ വീട്ടിൽ വന്നു. ഇയാളെ അടിച്ചിട്ട് അത് എടുത്തു. അതിന് എഫ്ഐആർ എഴുതാനാ പറഞ്ഞത്. ജീവൻ വാരി പിടിച്ച് അയ്യോ സാറെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വരുന്നതിനെ പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വെറും ഒരു കുപ്പത്തിൽ പോയെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പരാതി പറയുന്നു. ഇന്ന് പുതിയൊരു കുപ്പത്തിൽ വാങ്ങിച്ചു. ഇനി ഭാഗത്തേക്ക് വന്നു വയ്ക്കില്ല, മനസ്സിലായോ? സാർ, എനിക്ക് പുതിയതൊന്നും വേണ്ട. എനിക്ക് ലക്ഷ്മി കിട്ടിയാൽ മതി. ലക്ഷ്മിയോ? അത് കുപ്പത്തടിയുടെ പേരാ സാർ. അതിന് പേരും അവർക്കൊന്നും മനസ്സിലാവില്ല സാർ. ലക്ഷ്മിയുടെ കുഞ്ഞിനെ ജീവൻ രക്ഷിച്ചത് സാർ. ഞാൻ കുപ്പത്തടിയാണ് ജീവൻ രക്ഷിക്കുന്നത്. സാർ, ലക്ഷ്മിയെ കൊണ്ടുണ്ടാക്കിയതാ. വീടിഞ്ഞപ്പോ അത് കുഞ്ഞിന്റെ മേലെ വീണപ്പോ അങ്ങനെ കുഞ്ഞ് രക്ഷപ്പെട്ടത്. ഇപ്പൊ തനിക്ക് എന്താ വേണ്ടേ? ലക്ഷ്മി അവിടെ ദൈവ സാർ. എന്റെ മോളെ സ്കൂളിലേക്ക് അപ്പോഴേക്ക് വരുമ്പോ ലക്ഷ്മി എവിടെ നിന്ന് ചോദിക്കും. എങ്ങനെ കണ്ടുപിടിച്ചതാ സാർ? ശരി, കണ്ടുപിടിക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമാണ് മറുപടി. ക്രൈം ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു തെളിവ് ഓടിച്ചിട്ട് പോകും. അങ്ങനെ കിട്ടിയായിരുന്നു ഇല്ല. കുപ്പത്തിലിട്ട് പോയമാരല്ലേ, അവർ എന്തെങ്കിലും സംസാരിക്കാണല്ലോ. അത് മലയാളത്തിലായിരുന്നോ അത് വേറെ ഏതെങ്കിലും ഭാഷയാണോ? കണ്ടാൽ അമ്മ എങ്ങനെയായിരിക്കും? സാർ, 3 പേര് മുമ്പിൽ വെച്ചതായിരുന്നു. മോട്ടിക്കാൻ വരുന്നത് ഭൂമോടിക്കാതെ പേര് വെക്കേണ്ടി വരുമോ? ശരി, കുപ്പത്തൊടി അല്ലാതെ വേറെ എന്തെങ്കിലും സാധനം അടിച്ചിട്ട് പോയിട്ടുണ്ട്? വേറൊന്നുമില്ല. വേറെ ഒന്നുമില്ലേ? സാറേ, ഈ കഥ തന്നെ കാലം തൊട്ട് പറഞ്ഞ് എനിക്ക് വരാന്ന് വിളിച്ച് ഇയാളെ തള്ളി പുറത്താക്കണം സാർ. സാർ, സാറിനെ കാണാതായി. അത് പറയാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒറ്റ വീക്കാണല്ലോ എന്റെ തല ഓടിയിട്ടുള്ളൂ. കുപ്പത്തിരി അടിച്ചോണ്ട് പോയി. കുപ്പത്തിരിക്ക് ഒന്നും ഇല്ലായിരുന്നു, വേറെ സാധനം പോയിട്ടില്ലാന്ന് പറയുന്നു. വന്നമാര് കള്ളമാരാണോ പ്രാന്തമാരാണോ? നോക്കെ, നീ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് പറ. ഈ കേസ് ഞാൻ നോക്കണം. അല്ലല്ലോ സ്റ്റേഷൻ ഒന്ന് തരുന്ന കാണിക്കാൻ ശ്രമിച്ചതിന് അകത്തേക്ക് കുഴിച്ചിട്ട് കൂമഴിക്കും. സാർ, വന്നാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് കണ്ടത്? എന്നെ മുഖത്തിൽ തല്ലിയത് പറഞ്ഞില്ലേ? അവനെ തല്ലില്ലെന്ന് പറഞ്ഞാൽ അവനെ തള്ളി മാറ്റി. അതിലൊരു ഷർട്ട് ആണിത് കൊണ്ട് കുറച്ച് കീറിയായിരുന്നു സാർ. അതുപോലെ പോകാൻ പറ്റിയായിരുന്നു. അപ്പോ അവന്റെ പുറത്ത് അവന്റെ പുറത്തെ ഒരു ചെവി മോശമായിരുന്നു സാർ. പുറത്ത് ചെറിയ സാർ, എനിക്കൊരു സംശയമാണ്. ഈ 2 കാത് ഉടച്ചു പിടിച്ച മുതുകിലുള്ള കാത് കേക്കുവോ സാർ? ആരോ പോലീസാ സാറേ? പോലീസ്? ഇല്ല, അവന്റെ പേരാ പോലീസ്. ആണോ സാറേ? TV സൃഷ്ടിക്കണം. ഇതുവരെ 27 TV സൃഷ്ടി ഓടിച്ചിട്ടുണ്ട്. എന്റെ അമ്മായിച്ചിന്റെ വണ്ടി ഓടിച്ചത്. അതുകൊണ്ടാ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. ലക്ഷക്കണക്കിന് പാർട്ടികളുണ്ട്. അതൊന്നും എടുക്കാതെ നീ തന്നെ TV സെറ്റ് മാറ്റിയേ. അല്ല സാർ, എനിക്ക് ഗിയറുള്ള വണ്ടി ഒന്നും ഓട്ടിക്കാൻ അറിയില്ല. അത് ശരി. ഈ പഠിച്ചതല്ലേ? സാർ, എങ്ങനെ നിൽക്കണം സാർ? അത് നിന്റെ ഇഷ്ടം.
ചായ വാങ്ങിക്കണ്ടേ? Ready, sir. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ ലക്ഷ്മിയുടെ കേസ് CBI ഏൽപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്താ നിനക്ക് അടച്ചു പോയി സ്റ്റേഷനിൽ ഞാൻ നടന്നില്ലേ എടുത്ത് ഇങ്ങനെ ഒരു ചൂട പോയായിരുന്നു സാറേ ആ പേര് ചോട് പോയില്ലായിരുന്നു ഇപ്പൊ പോയ പോക്കില്ലേ ഇനി അവൻ ഈ ജന്മ തിരിച്ചിട്ടില്ല പോലീസ് പറഞ്ഞൊരു പേടിയില്ലല്ലോ സ്റ്റേഷനിൽ ഇത്ര ആൾക്കാരുണ്ടല്ലോ ഒരു ബ്രാഹ്മണ വിളിച്ച് പുറത്തേക്ക് പറ്റിയില്ലേ നിങ്ങൾക്ക് പോലീസാണ് പോലീസാണ് നിങ്ങൾക്ക് നാണമില്ലേ നീ പോലീസാണോ അറിയാമോ പേടി മാറിയില്ലേ ഓണത്തിന് വിളിച്ചോ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. ഈ 42 ദിവസമായിട്ടിങ്ങനെ എന്റെ ലക്ഷ്മിയെങ്കിലും കണ്ടുപിടിച്ചാ സാറേ 5 ലക്ഷം രൂപ തരാം. തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ടോ എല്ലാവരും കാണുന്ന പോലെയാണ് കൈക്കൂലി തന്നെ ഇൻസ്പെക്ടറാണ് ഒരു മര്യാദ വേണേ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി മനസ്സിലായോ ഓ ഡയറക്റ്റ് പൈസ വാങ്ങിയില്ല. സാറേ ഞാൻ ഇവിടെ ചെല്ലേണ്ടത് ചാവി അവിടെ വെച്ചു പിന്നെ ബാഗ് വെച്ചു. വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണ്ട എന്റെ കൊളോ ഇനി ലക്ഷ്മി എന്റെ കൊളോ ഇനി വേറെ കേസ് CBI കൊടുത്തു ബാക്കിയുള്ളൊരു കഥകൾ സാറേ പോലീസില്ല ഇവിടെ ഒരു കുടുംബക്കാരുമില്ല സാറേ അവൻ ഇവിടെ ഉള്ളതിനെക്കാളും ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് സാറേ അരിയേക്ക് ഒരു പണിയും എടുക്കത്തില്ല ഇപ്പോഴും ആരോടും പറയാതെ 2 ദിവസം ലീവ് എടുത്തത് ഈ സിംപിളി വേസ്റ്റാ സാറേ സാറേ 15 ലക്ഷം രൂപ സേവിങ്സിലുണ്ട് സാർ അച്ഛാ ഇതാച്ചാ തീറ്റി കൂട്ട് ഇവിടെ ഞാൻ കളിക്കില്ല എന്റെ ഫ്രണ്ട്സ് ആണ് കളിക്കുന്നത് അതിന്റെ സുമതി സുമതി അച്ഛനൊരു ഹായ് പറഞ്ഞേ ഹായ് അച്ഛാ ശരി ഇന്ന് ഫ്രൈഡേ അല്ലേ ലക്ഷ്മിയെ വൃത്തിയാക്കിയോ ഫോട്ടോ അയച്ചേ കുറച്ച് നാൾ മുമ്പേ ഒരു തഹസിൽദാരെ കൈക്കൂലിയെല്ലാം വാങ്ങിച്ച് ഗ്രൈൻഡർ മിക്സി കുടവൊക്കെ ശേഖരിച്ചു വെച്ച് ആദ്യം അടുത്ത ടൗണിലുള്ളവരാ സാറേ അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ തീരുമാനമാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ലേബറുടെ സംഭവം വാങ്ങിയത് സാറേ എന്റെ കണക്കൂട്ടല് ആ ചമ്മൂട്ടിക്ക് എന്തോ വരുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഗണിയെ പിടിച്ച് ഒന്നും കുറഞ്ഞിട്ടുണ്ടോ നമ്മൾ ഈ 5-10 ഓടേണ്ട ആവശ്യമില്ല അത് അവിടെ തന്നെ കിട്ടില്ലേ ഇവിടെ വലിയ സാറേ അല്ല നിന്റെ സ്വന്തം വീട് തന്നെയാണ് സാറേ എന്റെ ഭാര്യ വെച്ച ശേഷം വന്നത്. പിന്നെ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ ഈ പാടത്ത് പണിയെടുക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നു പോകുന്ന ആൾക്കാരെ അങ്ങനെ പറയാനാവില്ല. ഇത് നോക്ക് എന്റെ സർവീസ് തീരുന്നത് ഞാൻ ഈ സ്റ്റേഷൻ തരണ്ട നീ ഒന്നും പേടിക്കണ്ട എനിക്കല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ കള്ളന്മാർ
അവർ പല പല ഗ്രൂപ്പുകളാണ്. ചെയിൻ അടിച്ചു മാറ്റുന്നവര്, പൂട്ട് പൊളിക്കുന്നവര്, വണ്ടി പൊക്കുന്നവര്, ഇവർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇപ്പോ കുപ്പത്തൊട്ടിക്കകത്ത് എന്തായിരുന്നു ഉള്ളതെന്ന് അറിഞ്ഞാൽ അത് അടിച്ചു മാറ്റാൻ ആരാണ്, ഇപ്പൊ അവർ എവിടെയുണ്ട്, എവിടെ കൊടുക്കും, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഉണ്ടല്ലോ അലച്ചില്, ടൈം വേസ്റ്റ്, പിന്നെ സംസാരിക്കണേ. 5ന്റെ കൂടെ 2 കൂടെ ചേർത്ത് 7 ലക്ഷം എടുത്താൽ ഞാൻ എന്റെ മോള് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ലക്ഷ്മി കണ്ടെടുത്ത സാറേ. സവാള എവിടെ? സവാള എവിടെയാണ്? ആ ഫ്രിഡ്ജിലൂടെ നോക്ക്. എടാ സവാളയുടെ ആരെങ്കിലും ഫ്രിഡ്ജിൽ വെക്കോടാ. ഫ്രിഡ്ജിൽ വെക്കില്ലേ? സോറിയോ ആ പുള്ളി എവിടെയാ ഉള്ളു? ബോക്സിലോ? മോളില് ബോക്സിലുണ്ടെന്ന്. ചിക്കനിൽ കുറച്ച് തൈര് ചേർത്തോളൂ കേട്ടോ. അതിന് ഫ്രിഡ്ജിൽ തൈരില്ലല്ലോ. വീട്ടിൽ തൈരില്ലേ? ഇത്രയും വലിയ വീട്ടിൽ തൈര് പോലെ ഇല്ലേ? എങ്ങനെയാ എന്ത് കുടുംബം നടത്തുന്നത്? ശരി വിട്. കള്ളന്മാര്. ഇന്നത്തെ ഭക്ഷണം കുശാല തന്നെ. 5 മിനിറ്റ് കൂടി വരി. ഭക്ഷണം റെഡിയാ? സെൽവ നിക്കടാ, അവളെന്തോ പറയാൻ വരുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തില്ലേ? ട്രെയിനിൽ ചെന്ന് ഞങ്ങൾ നേരത്തെ ഇവിടെ വിട്ടതില്ല. നോക്കണം, ഈ അവസ്ഥയിലും നീ അത് ചെയ്യ്, നീ അത് ചെയ്യരുത് എന്ന് നമുക്ക് ഓർഡർ തരാണ്. അല്ല സർ, അല്ല സർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് സർ. പ്ലീസ് സർ. ഇപ്പോ നീ നിന്നെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങളെ കുറിച്ച് ആലോചിക്കേ. ഇതുവരെ ഞങ്ങൾ മോഷ്ടിക്കാൻ പോയ സ്ഥലത്ത് എന്റെ മുഖം കണ്ടവരെ, ഇവന്റെ മുഖം കണ്ടവരെ ആരെയും ജീവനോട് വിട്ടിട്ടേയില്ല. നീ എന്ത് ചെയ്തു? വലിയ ഇവിടെ പോലെ നേരെ വന്ന് ഞങ്ങളുടെ മുഖമുടിയൊക്കെ വലിച്ചു പറിച്ച് ഞങ്ങളുടെ മുഖം നേരിട്ട് കണ്ടു. നീ എന്ത് ചെയ്യും? നേരിട്ട് പോലീസിനെടുത്ത് പോലെ. ഇല്ല സർ, പോവില്ല സർ. പോലീസ് വന്ന് ഞങ്ങളെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പോവില്ല. ഞാൻ ആരോടും പറയില്ല സർ. ശരി, ഞാൻ നിങ്ങളെ വിട്ടുവെന്ന് വെച്ചോ. അതിൽ ഞങ്ങൾക്ക് എന്ത് ലാഭം? ഇത്രയും സമയം സാർ എടുത്തില്ലേ? എന്റെ താലിമാല വരെ എടുത്തില്ലേ സർ? പോരാ. സർ, ഈ ദൈവത്തിന്റെ പടത്തിന്റെ മുന്നിൽ എന്റെ അമ്മായിയുടെ താലിമാല ഓരോന്നായിട്ട് പുറത്തു വരുന്ന കണ്ടോ? മതിയായില്ല. ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു 20,000 രൂപ വെച്ചിട്ടുണ്ട്. സർ, അത്രയേ ഉള്ളൂ സർ. ഇല്ല. എന്റെ അടുത്തേക്ക് എല്ലാം തന്നു സർ. എന്റെ അടുത്ത് വേറെ ഒന്നുമില്ല സർ. ഒന്നുമില്ലേ? സത്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നും തന്നെ ഇല്ലേ? വേണ്ട സർ, പ്ലീസ് സർ. ഏയ്, ഞാൻ ചോദിച്ചിട്ടും ഇല്ലെന്ന് പറയാനുള്ള അവസ്ഥയിലാണോ നീ പുള്ളേ? സെൽവ,
രണ്ടുപേരും മരിച്ചിട്ട്. ആരാത്? അമ്മ എവിടെ? പിടിക്ക് 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 പിടിക്ക്. ചക്കരേ, വില്ലന്റെ ഭാര്യയും മോളും കേട്ടോ. മോളു, അച്ഛൻ എന്താ വാങ്ങിച്ചിട്ട് വന്നതെന്ന് നോക്ക്. വേണ്ടേ? വേണ്ടേ? ആ വേസ്റ്റ് ബോക്സ് ഇങ്ങോട്ടേക്ക് വാ. ഇവന്മാരൊന്നും നിന്റെ കുമ്പത്തൊടി കണ്ടുപിടിച്ച് തരാൻ പോകുന്നില്ല. എന്തിനാ നീ വെറുതെ നിന്റെ പൈസ വേണ്ടിട്ട് കളയുന്നേ? എന്റെ പോലീസ് അയച്ചെങ്കിൽ കണ്ടുപിടിച്ചതാണ് അത് വലിയ വീരപരി കേസല്ലേ. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എടുക്കണം. ഇവന്മാരെ നിന്റെ ഒന്നും തന്നെ ചെയ്തു തരാൻ പോകുന്നില്ല. അവസാനം വരെ ഒന്നും കിട്ടത്തില്ല. ഇതോ ഇതേപോലെയുള്ള ഒരു കുമ്പത്തൊടി വേണം. കുമ്പത്തൊടിയാണോ അത്? ഇനി കുമ്പത്തൊടിയാണല്ലോ. ഇതല്ലെന്നേ. ഡ്യൂപ്ലിക്കേറ്റ് വെക്കും. തന്നെ വെച്ചോ. അത് നമ്മൾ അറിയാതെ ഇവിടെ വിട്ടു പോവില്ല. അത് ഞാൻ കയറില്ല. സാറേ, അവൻ വീട്ടിലേക്ക് പോകത്തില്ലെന്ന് ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്നാലേ നമ്മൾ അവനെ കുപ്പത്തൊടി കണ്ടുപിടിച്ച് കൊടുക്കുള്ളൂ. അവൻ തന്നെ അവിടെ പോകുള്ളൂ. എടാ കുപ്പത്തൊടി, എടാ കുപ്പേ, ഇങ്ങോട്ട് വാടാ. 5 ബിരിയാണി, ഒരു സിഗരറ്റ് പാക്കറ്റ്. സാറേ, എന്റെ പേര് കുപ്പത്തൊടിയല്ല, മഹാരാജാണ്. അതറിയാലോ. ആ ഓക്കെ. രാവിലെ പണി, രാത്രി കക്കാൻ പോകട്ടോ മോഷ്ടിക്കാൻ. ഹലോ, ഏരിയ വീണ്ടും ഇവര് വന്നു. എത്ര നേരമായി? ഒന്നുമില്ല, ശരി. ചേട്ടാ കബോർഡ് തുറന്ന് പറഞ്ഞോ. പറഞ്ഞിട്ട് 3 ദിവസമായി, ഇപ്പോഴാണോ വരുന്നത്? അല്ല ചേട്ടാ, ജോലി കുറച്ച് ടൈറ്റ് ആയിരുന്നു, അതാ. ശരി, കിച്ചല്ല. ആ, വേഗം ആവട്ടെ. ദാ വരുന്നു. കൊച്ചിനെന്ത് പറ്റി ചേട്ടാ? മുറിവൊക്കെ പറ്റിയിരിക്കുന്നു. മോള് സ്ലാബിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്നതേ, അത് താഴെ ഇറങ്ങിയപ്പോ അവളുടെ മുകളിൽ പെട്ടു. ഓ, ആ, കഴിഞ്ഞു. വേഗം ശരിയാവും കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് മറക്കാതെ കോൾ ചെയ്യച്ച. ഇന്നലെ ഞാൻ 2 പ്രാവശ്യം വിളിച്ചാലും എടുത്തില്ല. അച്ഛൻ എവിടെയാ ഉള്ളത്? ലക്ഷ്മിയുടെ ഫോട്ടോ എനിക്കൊന്നും അയച്ചിട്ടില്ലല്ലോ. അല്ല, ഇതിനായി ഒരു 50 രൂപയല്ലേ കൊടുത്തിട്ടുണ്ടാവുക? ഇതിലെന്താ 90 രൂപ എഴുതിയിരിക്കുന്നത്? നമ്മൾ 50 രൂപക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം 50 രൂപക്ക് തരാൻ പറയൂ സാർ. സാറേ, ഇല്ല സാറേ. ഇത്രയും സാധനങ്ങളുണ്ട്. സാറേ, ഇത് പാത്രക്കടയാ. പാത്രക്കടയിൽ വന്നിട്ട് കുപ്പത്തൊടിയാണോ ചോദിക്കുന്നത്? അതൊന്ന് ജാമ്പാരെ കുഞ്ഞോനെ, എല്ലാ സുലൈമാ, നീ ഇവിടെ എന്ത് ചെയ്യാ? എന്താ ഇവിടെ എത്ര വെള്ളം? ആരെ എന്തിനാ ചോദിക്കുന്നത്? നമ്മുടെ ഇൻസ്പെക്ടർ ഒരു കേസിന് വേണ്ടി കുമ്പത്തൊട്ടി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇയാളോട് ചോദിച്ചപ്പോ ഇല്ല ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ലെന്നല്ലേ പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. നിങ്ങൾ തന്നെ ചോദിക്കും സാറേ. കുപ്പത്തൊട്ടിയെ ചോദിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഓണർ വിളിക്കുന്നൊക്കെയാ ചുമ്മാ വിളിച്ച് പോകുന്നത്. ഞാനിവിടെ 10 വർഷമായിട്ട് ജോലി എടുക്കുക സാറേ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താ കാര്യം? കുമ്പത്തൊട്ടി പോലും ഇതാ.
കാട്ടിക്കൊണ്ടും കഴിക്കരുത്. അന്വേഷിച്ചോണ്ടിരിക്കുക. അത് കൊള്ളാരോടോ. താൻ പണിയെടുക്കാന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസം വരില്ലല്ലോ. സത്യമായിട്ട് പറയാം, ഇപ്പോൾ ഞാനൊരു കാണിയാണ് നിൽക്കുന്നത്. നമ്മുടെ സുധീരൻ പോലും പഠിത്തമുണ്ട്. വിശ്വാസം അല്ലെങ്കിൽ പറയൂ സാറേ, ഞാൻ കൊടുക്കാൻ ചോദ്യം. ആ അയാൾക്ക് അവിടെ ഫോണായിട്ട് ആ കൊടുക്കാം സാറേ. എന്താ കാര്യം? സാർ പറയണം സാർ. സാർ ഇത് ഞാൻ ചോദിക്കുമ്പോൾ ലീവാണ് സാർ. ഒരു കേസ് കുപ്പത്തിലായിരുന്നു. അയാൾ പറഞ്ഞാണെങ്കിലല്ലേ കുഞ്ഞിന് പറഞ്ഞാലും ഞാൻ കണ്ടു. എടോ, എനിക്ക് അതുപോലത്തെ ഒരു പഴയ കുപ്പ തന്നെയാണ് ആവശ്യം. എനിക്കെങ്കിൽ അതുപോലത്തെ പഴയതാണോ സാർ? കുഞ്ഞിന് പുതിയതായിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി അയാൾ അതേ ഉള്ളൂ. കാര്യം ചെയ്യും, അയാളെ കൂടെ അയാൾ എന്താ ചെയ്യുന്നു. ആയിക്കോട്ടെ സാർ. ഓക്കെ സാറേ ലാസ്റ്റ് 20 days നമ്മളുടെ ഇൻകമിംഗ് കോൾസ് ഔട്ട്ഗോയിങ് കോൾസ് പിന്നെ ഏതെല്ലാം ലൊക്കേഷനിൽ ട്രാവൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഏതാണോ സാർ? ടിഎറ്റിയിൽ വരുന്ന ഇൻസ്പെക്ടർ അതെ സാർ. കഴിഞ്ഞ കേസിൽ ഈ കേരള അപ്പാർട്ട്മെന്റ് സാറേ ഭീകരയുടെ സാർ ഓഫീസ് നിങ്ങളുടെ ലീഗിൽ പോകുമ്പോൾ എനിക്കറിയാം. നീ വെയിറ്റ് ചെയ്യാം. ജനോമാർ സമ്പാദിക്കാൻ നമ്മളെ പണിയെടുക്കണം. ആ ഫോട്ടോയിൽ കണ്ടില്ലേ, അതിന് ഏകദേശം എത്ര കിട്ടും? എങ്ങനെ പോയാലും ഒരു 500 ഉണ്ടാവും. പക്ഷെ ഒരുത്തന് അത് സീഡി കണ്ടുപിടിച്ചു കൊടുത്ത് 7 ലക്ഷം രൂപ തരാൻ പറയും. എനിക്ക് തോന്നുന്നു ഒരാള് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി കോടികൾ പതുക്കുവാന്ന് അർത്ഥം. അവരെ വിട്ടുകളയത് അവനെന്തോ കാര്യമായിട്ട് തടഞ്ഞിട്ടുണ്ട്. കൺട്രോൾ റൂമിനുള്ളിൽ ആർക്ക് കയറാൻ പറ്റില്ല. മനസ്സിലായോ? ഇതെന്തിനാണ് ഇവിടെ വന്നത്? സാറിനെ വിളിച്ച ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ആര് വിളിച്ചാലും വരാൻ പാടില്ല. ഓടാ. എന്റെ പേരല്ല, കാണാതെ എന്റെ ഫ്രണ്ട് അയാളുടെ പേരാ ചോദിച്ചത്. അവന്റെ പേര് തരാൻ ഗ്യാരേജിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യനാ. ഒരു എന്നോടോ മതി മതി, ഇതൊക്കെ അകത്ത് പോയി മതി. റൈറ്റ് വലിക്കാൻ വിളിക്കാൻ ഇതെപ്പോ വരും? അവന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ സാറേ? മൊബൈൽ ഉണ്ട് സാറേ. എല്ലാത്തിനും മൊബൈൽ എന്ന് പറയും. ഫോട്ടോ ഉണ്ടെന്നല്ലേ? ആ ഉണ്ട് സാറേ, ഞാനിപ്പോ ഏർപ്പെടാം. ഞാൻ അത്രയും പറഞ്ഞ എന്താ ആവശ്യമില്ല ജോലിയാണ് കേട്ടോ. കല്ലുണ്ടാക്കിയിട്ടൊക്കെ കാണില്ല കേട്ടോ. പറയൂ സാർ. പുറത്തിറങ്ങുന്ന ആ വെള്ളക്കളക്കാരൻ്റെ ഓണക്കാരൻ ആ പോർച്ചുഗലാണോ? കൗൺസിലറെ ഇതാ അവിടെ കൊണ്ട്. വെള്ളം അടിക്കണോ? എന്താ എന്റെ പേര് മഹാരാജനാ. മഹാരാജാവോ? ഏത് രാജ്യത്തിന്റെ? എന്നിട്ട് പുറത്തിറങ്ങുന്ന കാറ് ടിയൻറ്റൻ 89. അതിനെ കുറിച്ച് വീഡിയോ ഒന്ന് ചോദിച്ചു നീയാണോടാ? എന്താ കാർ എടുത്ത നിന്റെ കാലത്ത് വിട്ടുവെച്ചില്ലല്ലേ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ആ തെറ്റുകൾ വണ്ടി എടുത്തോളം നാട് മുഴുവൻ രാത്രി ചുറ്റിയിരിക്കുക. അവൻ കാർ എടുത്തത് ഞാൻ ക്ഷമിച്ചൂടാ. എന്റെ ഭാര്യ തന്നെ കണ്ണാടികൾമാർ അടിച്ചു മാറ്റി. ഒരു ദിവസം സമയം കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ കണ്ണാടി കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ ഞാൻ പൊളിച്ചെടുക്കും. ആരെടുത്താണ്? ഇന്നലെ രാത്രി സാറിന്റെ വണ്ടി കൊണ്ട് പോയില്ലേ, അവനിപ്പോ എവിടെയുള്ളത്? എവിടെയുണ്ട്? ഏതാണോ ഇത്? അവരെ ചുമ്മാടാൻ പാടില്ലായിരുന്നു, നന്നായി കൊടുത്തുവിടണമായിരുന്നു. ഇങ്ങനെയാണ് തമിഴ്നാട് വരുത്തനെ സെക്കൻഡ്സിൽ പോയി പെൻസ് വാങ്ങി. ആ സാധനം സർവീസിൽ ഉള്ളപ്പോഴാണ് മനസ്സിലായത് അത് പെൻസല്ല ഒരേതായിരുന്നു. നമ്മുടെ സിനിമ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. എന്നെ തന്നെ തല്ലുവാണോ?
എനിക്ക് മനസ്സിലായിട്ട് ആരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. എടാ ബാറുവേ, എന്താടാ തനിക്ക് സുഖല്ലേ? നിന്നെ വീട്ടിൽ വെച്ച് ഞാൻ തീർത്തിരിക്കണോ? നിനക്ക് പാവം നോക്കിയപ്പോ എന്നെ പിറകു കൂടെ തന്നെ വരിക. നിനക്കെന്താ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? ആരാ ഇവൻ? ഇവനെന്താ തീർക്കട്ട്? അത് നിങ്ങൾക്കൊന്നും അറിയില്ല. അവരൊരു ചിരിയുടെ കേസാ. മര്യാദയ്ക്ക് സമയത്ത് കഴിച്ച് കിടന്നുറങ്ങാതെ ഇവിടെ വന്ന് അവര് പെട്ടെന്ന് തീർക്കല്ലേ? കയ്യെ കാലൊക്കെ ഒന്നായിട്ട് പോവും. നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ അവരെ അന്നേ തീർത്തേ. അവരെ കൈവച്ചു പിടിക്കണം. മാറിയില്ല. വലിച്ചു പിടിക്കണം. എന്താണ് വലിച്ചു പിടിക്കണം. എന്താ ചെയ്യേ? ജീവൻ മാത്രം മതി. നിങ്ങൾക്കൊക്കെ കുടുംബവും കുട്ടികളുണ്ടാവാം. ഇവിടെ വന്ന കാര്യം വന്നിട്ട് പോവാൻ നോക്ക്. പോടാ. ഞാനൊന്ന് ബിസ്ക്കറ്റ് ആട്ടെ. അവരുടെ കൂടെ പാല് കളിക്കൊണ്ടേ. എന്റെ വീട്ടിൽ നിന്ന് 3 പേരാണ് നീയായിരുന്നു. പക്ഷെ എന്റെ
ഇവൻ്റെ വീട്ടിൽ മോഷ്ടിക്കുമ്പോൾ നല്ല കണ്ടോ. ഞാൻ പറഞ്ഞാലും കൊല്ലും, പറഞ്ഞില്ലെങ്കിൽ നീ ഇവനും കൊല്ലും. ഫസ്റ്റ് കണ്ട രണ്ടുപേരും. പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കണ്ടുപിടി. മറ്റേ പോലീസ് സ്റ്റേഷൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ടാ. തലവെട്ടി. പോലീസ് സ്റ്റേഷനിൽ അടുത്താറുണ്ടാവും പറഞ്ഞു. അതെന്താ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. അവനെ കാണാനില്ലെന്ന് കണ്ട് അവൻ്റെ കൂട്ടുകാരൻ വന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിലും കൂടി കുറച്ച് ക്ലാരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇവനെ കുപ്പത്തൊട്ടി കാണാനില്ലാവുകൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തോ മോഷ്ടിച്ചെന്തോ കാരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 പേരുണ്ട് അവന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിലൊരുത്തനെ ഓൾറെഡി ഇവൻ കണ്ടെത്തിയിട്ടുണ്ട്, അവനെ കൊന്നും ചെയ്തു. രണ്ടാമത്തെ ആൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് 2 വില്ലന്മാരെയും കാണിച്ചിട്ടുണ്ട്. അവരിങ്ങനെ ഓരോ വീട്ടിൽ കയറിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. അപ്പോൾ അവർ 2 പേരും മെയിൻ വില്ലൻ, പിന്നെ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഒരാൾ, പിന്നെ ഇപ്പോൾ കൊന്ന ആൾ, അങ്ങനെ 4 വില്ലന്മാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ തപ്പിട്ടാണ് നമ്മുടെ വിജയ് സേതുപതി വരുന്നത്. അപ്പോൾ ഒരു എൻഗേജ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടിന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.